500 കാട ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്ന ഫാമിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ മുട്ടയാണ് സെയിൽ ചെയ്യാൻ പോകുന്നത്. 17 മുട്ട കിട്ടിയിട്ടുണ്ട്. 28 ദിവസം മുതൽ 30 ദിവസം വരെയുള്ള സമയങ്ങളിലാണ് നമുക്ക് കൂടുതൽ മുട്ട കിട്ടി തുടങ്ങുന്നത്. 22 ദിവസം മുതൽ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു മുട്ട 2 മുട്ട എന്ന രീതിയിലായിരുന്നു 28 ദിവസം വരെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 28 ദിവസത്തിന് ശേഷം നമുക്ക് കൂടുതൽ മുട്ട കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കാട കർഷകനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. അവർ വളർത്തുന്ന കാടയിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ. ഇതുവരെ നമുക്ക് ചെലവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 500 കാട ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്ന ഫാമിലി ഏകദേശം 40,000 രൂപയുടെ ചെലവ് വന്നിട്ടുണ്ട്. കാടയെ വാങ്ങിയതും തീറ്റയുടെ ചെലവും പാത്രങ്ങളുടെ ചെലവും കൂടുണ്ടാക്കിയതും അങ്ങനെ എല്ലാം അടക്കം ഏകദേശം 40,000 രൂപയുടെ ചെലവ് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണ് നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുന്നത്. ഇതുവരെ മുട്ടയുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് ചെലവാണ് കൂടുതൽ, വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് കൂടുതലാണ്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കൂടുതൽ മുട്ട കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു ലാഭവും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വരുമാനവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഫാം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും കാടയിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം കിട്ടുകയാണെങ്കിൽ, അഥവാ നമ്മുടെ ഇറക്കിയ പൈസയേക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് കൂടുതൽ കാടകൾ ഇറക്കി ഫാം ഒന്നുകൂടി വലുതാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാട എവിടെ നിന്നാണ് കിട്ടുക, എത്ര രൂപക്കാണ് കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണലായിട്ട് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങുന്ന ഫാമിൻ്റെ ഡീറ്റെയിൽസും മറ്റും ഞാൻ തരുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ കാട വളർത്തി വരുമാനം നേടാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വരുമാനം നേടി താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. നമുക്ക് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പുതിയതായിട്ട് തുടങ്ങാൻ താല്പര്യമുള്ള കർഷകരെ സംബന്ധിച്ച് നല്ലൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഫാം തുടങ്ങാൻ പാടില്ല. ആദ്യം കുറച്ച് കാടയെ വളർത്തി നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ കൂടുതൽ എണ്ണം കൂട്ടാൻ പാടുള്ളൂ. ചെറിയ രീതിയിലുള്ള വരുമാനം മാത്രമേ നിങ്ങൾക്ക് ഇതിന് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. സൈഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഒരു ജോലിയോട് കൂടി അല്ലെങ്കിൽ വരുമാനത്തോടു കൂടി സൈഡ് വരുമാനമായിട്ട് മാത്രമേ ഇതിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവൂ. എങ്കിലും കാടകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ലാഭമുള്ള ഒരു ബിസിനസ് തന്നെയാണ്. പല ആളുകളെ സംബന്ധിച്ച് ചിലപ്പോഴൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ കൂടുതൽ കാടയെ ഇറക്കി ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പൊരിക്കൽ ഇതുപോലെ വളർത്തിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് വരുമാനം കുറയുകയും ചെലവ് കൂടുകയും ചെയ്തതിനു ശേഷം ഞാനത് നിർത്തിയതിനു ശേഷം ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനത് വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നഷ്ടം വരുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ലാഭം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വരുമാനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫാം രണ്ടാമത് തുടങ്ങിയിട്ടുള്ളത്. ഇതുവരെ കുഴപ്പമില്ല.